സമരം ചെയ്യുന്ന UDF നേതാക്കളുടെ പല ആളുകളുടെയും മക്കളും കൊച്ചുമക്കളും സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നു. സമരത്തിനെതിരായി നിൽക്കുന്ന ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ള LDF നേതാക്കളുടെ മക്കളെക്കുറിച്ചും അവർ പഠിക്കുന്നതിനെക്കുറിച്ചും ആക്ഷേപമുണ്ട്. അപ്പം എന്ത് ആത്മാർത്ഥതയാണ് ഈ സമരം? അതിനകത്തൊന്നും അത് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. കാരണം സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ സ്ഥാപിച്ചത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാണ്. അത് MLA യുടെയോ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ മന്ത്രിയുടെയോ ഒന്നും കുട്ടികൾ പഠിക്കരുതെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല. അല്ല, ഈ പാലക്കാട് ഒരു കാലത്തും എഗ്രിമെന്റിൽ തയ്യാറായിട്ടില്ല. ഞാനൊരു മിനിറ്റ് പറയട്ടെ. അതുകൊണ്ട് ഇവിടെ സ്വാശ്രയ കോളേജുകളിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾ പഠിക്കുന്നത് ഒന്നും തെറ്റാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്, അല്ലേ? അല്ലാണ്ട് ഞങ്ങളാദ്യം ഉന്നയിച്ചതല്ല. അതൊരു വിഷയമാക്കാൻ, കാരണം അത് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അല്ലെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവരുടെ കുട്ടികൾക്കൊക്കെ ഇവിടെ പഠിക്കണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി പഠിക്കണോ? അതൊന്നും ഒരു ന്യായമായ കാര്യം. അതൊക്കെ അവർ ന്യായമായി ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് കൊടുത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതി പാസ്സായിട്ടോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ഒക്കെ പഠിക്കാൻ കഴിവുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയായി സീറ്റ്. അത് അധാർമികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? സ്വാശ്രയ കോളേജുകളെ എതിർത്ത ആളുകൾ തലയിൽ മുണ്ടിട്ട് പോയി അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ചോദ്യം ഉത്തരം കാണാം ഇന്ന് രാത്രി 9:30-നും 11 മണിക്കും.